പ്രിയപ്പെട്ടവരെ, സഞ്ചാരവും ചരിത്രവും പറയുന്ന പാത്സ് ഓഫ് KS എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര മണ്ണാർക്കാട് നിന്നും 13 കിലോമീറ്റർ ദൂരമുള്ള കാഞ്ഞിരപ്പുഴ ഉദ്യാനവും അടുത്തായിട്ടുള്ള ശിരുവാണി ഡാമും സന്ദർശിക്കാനാണ്. ഇത് മണ്ണാർക്കാട് പാലക്കാട് റോഡിൽ നിന്നും കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിലേക്ക് തിരിയുന്ന ചിറക്കൽപ്പടി എന്ന സ്ഥലമാണ്. പോകുന്നതാണ് പാലക്കാടേക്കുള്ള റോഡ്. പാലക്കാട് നിന്നും മണ്ണാർക്കാട് റൂട്ടിൽ വലത് ഭാഗത്തേക്കാണ് നമ്മൾ പോകേണ്ടത്. കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൻ്റെ മുൻഭാഗമാണ്. ഈ ഉദ്യാനം ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി അറിയപ്പെടുന്നുണ്ടെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ കഥ പ്രകൃതി സൗന്ദര്യത്തിൽ നിന്നല്ല, കർഷകരുടെ പ്രതീക്ഷയിൽ നിന്നുമാണ് തുടങ്ങുന്നത്. ഇവിടെ ഗേറ്റിന് സൈഡിൽ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ. 10 മണി മുതലാണ് പ്രവേശനം. മുതിർന്നവർക്ക് 15 രൂപയും മറ്റുള്ളവർക്ക് 30 രൂപയുമാണ് ടിക്കറ്റ് ചാർജ്. അതുപോലെ തന്നെ ക്യാമറയ്ക്ക് ടിക്കറ്റ് വേറെ എടുക്കണം. ടിക്കറ്റ് എടുത്ത് ഞാൻ അകത്തേക്ക് കടന്നു. പശ്ചിമഘട്ട മലനിരകളുടെ പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും കുടുംബസമേതം യാത്ര ചെയ്യുന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞിരപ്പുഴ ഡാമിലെ ബണ്ടിൻ്റെ മുകളിലാണ്. ഇവിടെ ബണ്ടിന് സൈഡിൽ നിറയെ മരങ്ങൾ ഇത് ബണ്ടിന് കൂടുതൽ ബലം നൽകുന്നു. പിന്നെ വിശാലമായ ജലശേഖരം, കുഞ്ഞോളങ്ങൾ ഓടിക്കളിക്കുന്ന ശാന്തമായ ജലാശയത്തെ കാണുമ്പോൾ ഒരു 80 വർഷത്തിന് മുമ്പ് ഈ പ്രദേശത്തിൻ്റെ കഥ എന്തായിരുന്നുവെന്ന് ഓർക്കുന്നത് നല്ലതാണ്. മഴക്കാലത്ത് പശ്ചിമഘട്ടത്തിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം വെറുതെ ഭാരതപ്പുഴയിലേക്ക് ഒഴുകിപ്പോകുമായിരുന്നു. മഴ കഴിഞ്ഞാൽ വയലുകൾ വരണ്ടുപോകും. കൃഷി പൂർണ്ണമായും മഴയെ ആശ്രയിച്ചായിരുന്നു. ഈ പ്രശ്നം പരിഹരിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് 1947 കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിയുടെ വിശദമായ പഠനം ആരംഭിക്കുന്നത്. പിന്നീട് 1954 ഏകദേശം 365 ലക്ഷം രൂപ ചെലവിൽ പദ്ധതി തയ്യാറാക്കി. അന്നത്തെ സാഹചര്യത്തിൽ അത് വളരെ വലിയൊരു വികസന പദ്ധതിയായിരുന്നു. ഭൂമി ഏറ്റെടുക്കൽ, സാമ്പത്തിക വെല്ലുവിളികൾ, സാങ്കേതിക തയ്യാറെടുപ്പുകൾ എന്നിവ കാരണം വർഷങ്ങൾ പിന്നിട്ടു. ഒടുവിൽ 1961 ഡാമിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 18/10/1980 കേരള മുഖ്യമന്ത്രി ശ്രീ EK നായനാർ ഉദ്ഘാടനം ചെയ്തു. കേരള ജലസേചന വകുപ്പ് മന്ത്രി ഡോക്ടർ M സുബ്ബറാവു അധ്യക്ഷം വഹിച്ചു. 1983 പദ്ധതി പൂർണ്ണമായി. ഇന്ന് കേരളത്തിലെ ഇടത്തരം ജലസേചന പദ്ധതികളിൽ ഒന്നാണ് കാഞ്ഞിരപ്പുഴ ഡാം. ഈ ബണ്ടിന് മുകളിലൂടെ അഭിമാനത്തോടെ നടക്കാം. എന്നാൽ ആയിരക്കണക്കിന് കർഷകരുടെ പ്രതീക്ഷയും പാലക്കാടിൻ്റെ കാർഷിക ചരിത്രവുമാണ് ഈ സ്ഥലം. ഡാമിനോട് ചേർന്നുള്ള ഉദ്യാനവും സന്ദർശകർക്ക് വിശ്രമിക്കാനുള്ള മികച്ച ഇടമാണ്. മരങ്ങളുടെ തണൽ, നടപ്പാതകൾ, പൂന്തോട്ടങ്ങൾ, കുട്ടികൾക്കുള്ള കളിസ്ഥലം, കുടുംബസമേതം എത്തുന്നവർക്ക് സമയം ചെലവഴിക്കാൻ പറ്റിയ അന്തരീക്ഷം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ വിശാലമായ ജലാശയത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ആയിരക്കണക്കിന് കർഷകരുടെ ജീവിതകഥയാണ്. ഇത് വെറും വെള്ളം സംഭരിക്കുന്ന ഒരു ഡാം മാത്രമല്ല, ഒരു പ്രദേശത്തിൻ്റെ കാർഷിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയ വികസന പദ്ധതിയാണ്. ഇപ്പോൾ നോക്കൂ, അങ്ങകലെ പച്ചപുതച്ച ഭീമാകാരന്മാരായ കുന്നുകളെ മൂടിപ്പുതയ്ക്കുന്ന വെള്ളി മേഘങ്ങൾ. അവ താഴോട്ടിറങ്ങി വരുന്നു. രാവിലെ മൂടൽമഞ്ഞ് മലകളെ മൂടുമ്പോഴും വൈകുന്നേരങ്ങളിലെ സൂര്യൻ്റെ സ്വർണ്ണ വെളിച്ചം വെള്ളത്തിൽ പ്രതിഫലിക്കുമ്പോഴും കാഴ്ച അതിമനോഹരമാണ്. ഒരു സൈഡിൽ കുന്നുകളുടെയും വെള്ളിമേഘങ്ങളും ജലാശയവും, മറുസൈഡിൽ തോട്ടങ്ങളും ഉദ്യാനവും സഞ്ചാരികളെ വിസ്മയിപ്പിക്കുന്നു. ഡാമിൻ്റെ ഷട്ടർ തുറക്കുന്ന ഭാഗത്തേക്ക് ഇപ്പോൾ പോകാൻ കഴിയുന്നില്ല. മഴക്കാലമാണ്. സഞ്ചാരികൾക്ക് അവിടെ പ്രവേശനം അനുവദിക്കുന്നില്ല. പ്രധാനമായും 3 ഷട്ടറുകളാണുള്ളത്. അവയിലൂടെ വെള്ളിക്കമ്പളം അലഞ്ഞൊറിയുന്നത് പോലെ ജലം താഴേക്കൊഴുകുന്നു. തൊട്ടടുത്തായി സഞ്ചാരികൾ നിന്ന് അവയെ വീഡിയോയിൽ പകർത്തുന്നു. ഈ ഉദ്യാനത്തിലെ മറ്റൊരു പ്രധാന ആകർഷണമാണ് കുട്ടികളുടെ കളിസ്ഥലം. നിറങ്ങളാൽ മനോഹരമായി ഒരുക്കിയിരിക്കുന്ന ടണൽ സൈഡും ഊഞ്ഞാലുകളും സീസോയും ഉൾപ്പെടെ കുട്ടികൾക്ക് സുരക്ഷിതമായി കളിക്കാൻ നിരവധി ഉപകരണങ്ങൾ ഇവിടെയുണ്ട്. ഇതിനകത്തെ പുൽത്തകിടിയിലൂടെ നടക്കുമ്പോൾ തന്നെ തണുത്ത കാറ്റും പച്ചപ്പിൻ്റെ മണവുമാണ്. വിശാലമായ പുൽത്തകിടികളും തണൽ വിരിച്ച വൻമരങ്ങളും വർണ്ണപ്പൂക്കളാൽ നിൽക്കുന്ന ചെടികളും ഈ ഉദ്യാനത്തിൻ്റെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഓരോ ചുവട് വയ്ക്കുമ്പോഴും നഗരത്തിൻ്റെ തിരക്കിൽ നിന്നും അകന്ന് പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് ആഴ്ന്നിറങ്ങുന്ന പോലെ തോന്നും. കാഞ്ഞിരപ്പുഴ ഉദ്യാനം സന്ദർശിക്കാൻ പോകുന്നവർക്ക് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേര സമയം കൂടുതൽ അനുയോജ്യമാണ്. രാവിലെ പ്രകൃതിയുടെ പുതുമയും വൈകുന്നേരം മൃദുവായ വെളിച്ചവും ഇവിടെ വളരെ ഭംഗിയായി അനുഭവപ്പെടും. ഉച്ച സമയത്ത് ചൂട് കൂടുതലായതിനാൽ സുഖകരമായ സമയം ഉച്ചയല്ല എന്നോർമ്മ വേണം. മഴയും വെയിലും ഏറ്റ് പല പ്രതിമകളുടെയും നിറം മങ്ങിയിരിക്കുന്നു. പുനരുദ്ധാരണത്തിന് ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ ഉദ്ഘാടന ദിവസവും മുഖ്യമന്ത്രിയുടെ പേരും ശിലാപാളിയിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ധാരാളം വിശ്രമ മണ്ഡപങ്ങളുണ്ട്. 8 ഏക്കറാണ് ഉദ്യാനത്തിനായി മാറ്റിവെച്ചിരിക്കുന്നത്. വിശാലമായ പുൽത്തകിടി, സംഗീത ജലധാര, ബോട്ടിംഗ് സൗകര്യം, തലയെടുപ്പോടുകൂടി അതിനെ കാക്കുന്ന
കൂറ്റൻ വാക്കോടൻ മല, പ്രകൃതിയുടെ വിസ്മയ കാഴ്ചയാണിവിടം. വിശാലമായ നടപ്പാതകളും ആരെയും ആകർഷിക്കുന്ന കൃത്രിമ വെള്ളച്ചാട്ടങ്ങളും കുളങ്ങളും സഞ്ചാരികൾക്ക് കൗതുകമുണർത്തും. ഇവിടം വലിയ വിനോദോപകരണങ്ങൾ കൊണ്ടല്ല പ്രശസ്തമാകുന്നത്, മറിച്ച് പ്രകൃതിയുടെ നിശബ്ദതയും ശാന്തതയും കൊണ്ടാണ്. പാലക്കാട് വരുന്നവർക്ക്, പ്രത്യേകിച്ച് അട്ടപ്പാടി സൈലന്റ് വാലി കാണാൻ പോകുന്നവർക്കും ഈ സ്ഥലം ഒരു ദിവസത്തെ ടൂർ പാക്കേജിൽ ഉൾപ്പെടുത്താവുന്നതാണ്. കാഞ്ഞിരപ്പുഴ ഡാമും പരിസരവും ജലാശയവും വനമേഖലയും പശ്ചിമഘട്ടത്തിന്റെ താഴ്വാരവും ഒത്തുചേർന്ന ഒരു പ്രദേശമായതിനാൽ നിരവധി ഇനം പക്ഷികളുടെ ആവാസ കേന്ദ്രം കൂടിയാണിത്. ഇവിടുത്തെ ജലധാര യന്ത്രവും കുളങ്ങളുടെ കൃത്രിമ വെള്ളച്ചാട്ടവും ഒക്കെ പുനർനിർമ്മാണ ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. അതൊക്കെ അധികം വൈകാതെ തന്നെ ശരിയാകും എന്ന് വിശ്വസിക്കാം. പ്രകൃതിയെ ചിത്രീകരിക്കുന്നവർക്ക് ഇവിടെ ഓരോ നിമിഷവും ഓരോ ഫ്രെയിമുകളാണ്. ജലാശയത്തിന്റെ വിശാലത, മലകളുടെ പശ്ചാത്തലം, കാറ്റിലിളകുന്ന മരങ്ങൾ, വെള്ളത്തിൽ പതിയുന്ന സൂര്യാസ്തമയത്തിന്റെ നിറങ്ങൾ, ഇവയെല്ലാം നിങ്ങളുടെ ക്യാമറയിൽ മനോഹരമായി പതിയും. കാഞ്ഞിരപ്പുഴ ഡാം ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, കേരളത്തിന്റെ ജലസേചന ചരിത്രം പറയുന്ന ഒരു ജീവസ്മാരകം കൂടിയാണ്. ഞാനിപ്പോൾ ഉദ്യാനത്തിൽ നിന്നും പുറത്തു കടന്നു. ഡാമിന്റെ വൃഷ്ടിപ്രദേശവും അണക്കെട്ടിൽ നിന്നും വെള്ളമൊഴുകുന്നതും ശരിക്കു കാണണമെങ്കിൽ ഇവിടെ നിന്നും പുറത്ത് കൂടി പാലക്കയം റോഡിലേക്ക് പോകണം. എൻ്റെ അടുത്ത ലക്ഷ്യസ്ഥാനം ശിരുവാണി ഡാമാണ്. ഇതാണ് ആ റോഡ്. ഇതിലേ പോയാൽ പാലക്കയം, അവിടെ നിന്നും തിരിഞ്ഞ് ശിരുവാണി ഡാമിൽ എത്താൻ കഴിയും. കാഞ്ഞിരപ്പുഴ ഡാം മണ്ണും കല്ലും ചേർന്ന് എർത്ത് കം മേസണറി ഡാമാണ്. മൊത്തം നീളം ഏകദേശം 2.128 മീറ്റർ. അതിൽ 1.896 മീറ്റർ മൺഭാഗവും 231 മീറ്റർ കല്ല് നിർമ്മാണ ഭാഗവുമാണ്. ഡാമിന്റെ പരമാവധി ഉയരം ഏകദേശം 31 മീറ്ററാണ്. ജലസംഭരണ ശേഷി ഏകദേശം 70.8 ദശലക്ഷം ഘനമീറ്റർ. ഡാമിന് മുകളിലെ ജലസംഗ്രഹണ പ്രദേശം ഏകദേശം 70 ചതുരശ്ര കിലോമീറ്ററാണ്. 3 വലിയ വെർട്ടിക്കൽ ലിഫ്റ്റ് ഗേറ്റുകളാണ് സ്പിൽവേയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ഡാമിലൂടെ മണ്ണാർക്കാട് മേഖലയെയും സമീപ പ്രദേശങ്ങളിലെയും ആയിരക്കണക്കിന് ഹെക്ടർ കൃഷിസ്ഥലത്തേക്ക് ജലമെത്തിക്കാൻ സാധിച്ചു. മുമ്പ് മഴയെ ആശ്രയിച്ച് കർഷകർക്ക് വർഷത്തിൽ 2ാമത്തെ കൃഷി നടത്താൻ അവസരം ലഭിച്ചു. മഴവെള്ളം സംഭരിച്ച് ഒരു പ്രദേശത്തിന്റെ ഭാവി മാറ്റിമറിക്കാൻ മനുഷ്യന് കഴിയുമെന്നതാണ് കാഞ്ഞിരപ്പുഴ ഡാമിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. കാഞ്ഞിരപ്പുഴ ഡാമിന്റെ മനോഹരമായ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഇനി നമ്മുടെ യാത്ര പാലക്കാടിന്റെ മറ്റൊരു പ്രകൃതി വിസ്മയമായ ശിരുവാണിയിലേക്കാണ്. പശ്ചിമഘട്ടത്തിന്റെ ഹൃദയഭാഗത്തു കൂടി വളഞ്ഞു പോകുന്ന ഈ റോഡ് യാത്രയുടെ തുടക്കം മുതൽ തന്നെ പ്രകൃതി നമ്മെ വിസ്മയിപ്പിക്കാൻ തുടങ്ങും. കാഞ്ഞിരപ്പുഴ ഡാമിൽ നിന്നും ഏതാനും കിലോമീറ്റർ സഞ്ചരിച്ചാൽ പാലക്കയം എത്താം. അവിടെ നിന്നും ഏകദേശം 15 കിലോമീറ്റർ വനപാതയിലൂടെ മുന്നോട്ട് പോയാൽ ശിരുവാണി ഡാമിന്റെ പ്രവേശന മേഖലയിൽ എത്താൻ കഴിയും. എൻ്റെ ഇന്നത്തെ യാത്ര എൻ്റെ ഈ വാഹനത്തിലാണ്. ഓരോ വളവ് കഴിയുമ്പോഴും പശ്ചിമഘട്ടത്തിന്റെ അപൂർവ കാനന ഭംഗി ആണ് നമുക്ക് സമ്മാനിക്കുക. ശിരുവാണി എക്കോ ടൂറിസം ബോർഡ് ഇവിടെ അടുത്ത് കാണാം. പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. കൂടാതെ ജീവികൾക്ക് ആഹാരം കൊടുക്കരുത് എന്ന ബോർഡും ഉണ്ട്. ഇതാ നോക്കൂ, പ്രകൃതിയെ വിസ്മയിപ്പിക്കുന്ന സൗന്ദര്യം. ഈ യാത്ര മുഴുവനും ഒരു കുന്നിന്റെ സൈഡിലൂടെയാണ് ഞാൻ വന്നത്. താഴേക്ക് അഗാധമായ ഗർത്തം, പിന്നെ ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന പച്ചക്കമ്പളം പോലെ നിത്യഹരിത വനങ്ങൾ, കൃഷിയിടങ്ങൾ, പച്ചപ്പിൽ പൊതിഞ്ഞ മലനിരകൾ, മുകളിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളിമേഘങ്ങൾ, ഇടയ്ക്കിടെ കേൾക്കുന്ന പക്ഷികളുടെ ശബ്ദങ്ങൾ. ഈ കാഴ്ചകൾ കാണുമ്പോൾ ക്യാമറയിൽ പകർത്താതെ തന്നെ ഞാനവ നോക്കി നിൽക്കുകയാണ്. അങ്ങ് ദൂരെ കുന്നുകളും മലമടക്കുകളും താഴ്വാരങ്ങളും കൃഷിയിടങ്ങളും, അവിടെയും മനുഷ്യർ താമസിക്കുന്നു. വഴിയിലൂടെ ഇരുവശങ്ങളിലും ഇടതൂർന്നു നിൽക്കുന്ന വനമരങ്ങൾ, അവയ്ക്കിടയിലൂടെ വീശിയെത്തുന്ന തണുത്ത കാറ്റ്. ഈ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വേഗത്തിൽ പോകരുത്. ഓരോ വ്യൂ പോയിന്റിലും വാഹനം നിർത്തി പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കണം. കാരണം ഇവിടെ ലക്ഷ്യസ്ഥാനത്തേക്കാൾ മനോഹരമാണ് പ്രകൃതിയെ ആസ്വദിച്ചുകൊണ്ടുള്ള ഈ യാത്ര. ശിരുവാണി ഡാം കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തിയോട് ചേർന്നുള്ള സംരക്ഷിത വനമേഖലയാണ്. സുരക്ഷാ നിയന്ത്രണങ്ങൾ കാരണം പൊതുജനങ്ങൾക്ക് എല്ലായ്പ്പോഴും ഡാമിനുള്ളിലേക്ക് പ്രവേശിക്കാൻ അനുവാദമുണ്ടാകില്ല. ഇന്നും അങ്ങനെ തന്നെയാണ്. ഇവിടെ അടുത്തായി ഒരു വെള്ളച്ചാട്ടമുണ്ട്. അത് കണ്ടിട്ട് പോകാമെന്നാണ് എൻ്റെ തീരുമാനം. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം കേൾക്കാം. ഇവിടെ നിന്നും 2 കിലോമീറ്റർ കുത്തനെയുള്ള വനപാതയാണ്. യാത്ര വളരെ സൂക്ഷിച്ചു വേണം. കുത്തനെ താഴേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം കാണുന്നത് പാറക്കെട്ടുകളിൽ വെള്ളിക്കൊലുസ് കിലുക്കി പതഞ്ഞു വരുന്ന ജലമാണ്. ഇതൊരു തോടാണ്. അതിനടുത്തുകൂടി മുകളിലേക്ക് പോകുന്ന റോഡുണ്ട്. വെള്ളച്ചാട്ടത്തിലേക്ക് ഇനിയും താഴേക്ക് പോകണം. ശിരുവാണി പ്രദേശം ലോകത്തിലെ ഏറ്റവും ശുദ്ധവും രുചികരവുമായ ജലസ്രോതസ്സിന്റെ
ഉറവിടമായി അറിയപ്പെടുന്നു. ഈ വനപ്രദേശങ്ങളിലൂടെ ഒഴുകിയെത്തുന്ന ജലമാണ് ഇവിടുത്തെ അണക്കെട്ടുകളിൽ സംഭരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തിന് പ്രകൃതി സംരക്ഷണവുമായി ബന്ധമുണ്ട്. നോക്കൂ, എത്ര മനോഹരമാണ്! പ്രകൃതി തരുന്ന വരദാനങ്ങളിൽ ഒന്നാണല്ലോ ഈ ജലസ്രോതസ്. ഇവിടെ നിന്നാൽ മുകളിലെ മലയുടെ മടക്കുകളിലൂടെ പൊട്ടിപ്പുറപ്പെട്ട് തലതല്ലി വരുന്ന ഈ ജലാശയത്തിന്റെ ഇരമ്പൽ ആസ്വദിക്കാൻ കഴിയും. യാത്ര അവസാനിക്കുമ്പോൾ മനസ്സിൽ അവശേഷിക്കുന്നത് ശിരുവാണി ഡാം കാണാൻ കഴിഞ്ഞില്ല എന്ന സങ്കടമല്ല. പശ്ചിമഘട്ടത്തിന്റെ കാനന ഭംഗിയും വളഞ്ഞു പുളഞ്ഞ മലമ്പാതകളും തണുത്ത കാറ്റും പാറകളിലൂടെ ഒഴുകിത്തെളിഞ്ഞ ജലധാരയും ചേർന്ന് സമ്മാനിച്ച മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. ഈ യാത്ര നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും സഞ്ചാരവും ചരിത്രവും പറയുന്ന പാത്സ് ഓഫ് കെയർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത യാത്രയിൽ മറ്റൊരു ചരിത്രവും പ്രകൃതിയും നിറഞ്ഞ സ്ഥലവുമായി വീണ്ടും കാണാം. നന്ദി.